കോഴിക്കോട് കടലുണ്ടി കോട്ടക്കടവ് TMHS ആശുപത്രിയിലെ വ്യാജ ഡോക്ടർ മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിലായി 9-ലധികം ആശുപത്രികളിൽ ജോലി ചെയ്തതായാണ് വിവരം. രോഗികളോട് നല്ല പെരുമാറ്റം പുലർത്തിയ അബു എബ്രഹാം ലൂക്കിനെ പതിവായി കാണാൻ എത്തുന്ന രോഗികളുമുണ്ടായിരുന്നു. ആർഎംഒയുടെ ഒഴിവിലേക്ക് ഡോക്ടറെ നിയമിക്കാൻ ആശുപത്രി അധികൃതർ നടത്തിയ അന്വേഷണത്തിലാണ് മറ്റൊരാളുടെ റഫറൻസിലൂടെ അബു ലൂക്ക് ഇവിടെ എത്തുന്നത്. ജോലിയിൽ പ്രവേശിക്കും മുമ്പ് രജിസ്റ്റർ നമ്പർ നൽകിയിരുന്നു. അബു പി സേവ്യർ എന്നയാളുടെ പേരിലായിരുന്നു ഈ രജിസ്റ്റർ നമ്പറും. ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ തനിക്ക് 2 പേരുണ്ടായിരുന്നുവെന്ന് മറുപടി പറഞ്ഞു. മുമ്പ് ജോലി ചെയ്ത സ്ഥലങ്ങളിൽ അന്വേഷിച്ചപ്പോഴും ഇയാളെക്കുറിച്ച് മികച്ച അഭിപ്രായമായിരുന്നു. ആഴ്ചയിൽ 2 ദിവസം ഈ ആശുപത്രിയിലെത്തുന്ന അബു എബ്രഹാമിനെ സ്ഥിരമായി കാണിക്കാനെത്തുന്ന നിരവധി രോഗികളുണ്ടായിരുന്നു എന്നും ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. പരാതി ഉയർന്ന സാഹചര്യത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ യഥാർത്ഥ രജിസ്റ്റർ നമ്പർ ലഭിച്ചതും MBBS പാസ്സായില്ല എന്ന് അധികൃതർക്ക് മനസ്സിലാകുന്നതും. ഇതേ തുടർന്നാണ് പുറത്താക്കിയതെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. MBBS കഴിഞ്ഞ് നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് എന്നാണ് ഇയാൾ ആശുപത്രി അധികൃതരെ വിശ്വസിപ്പിച്ചത്. പരീക്ഷയ്ക്കായി അവധിയെടുത്ത് പോകാറുമുണ്ടായിരുന്നു. മരിച്ച വിനോദ് കുമാറിന്റെ ബന്ധുക്കൾക്ക് ആദ്യം പരാതിയില്ലായിരുന്നു. പിന്നീട് ഒരു ബന്ധുവുമായി വിനോദ് കുമാറിന്റെ മകനും ഭാര്യയും ഇതേ ആശുപത്രിയിലെത്തിയിരുന്നു. മകന്റെ ഭാര്യ സഹപാഠിയായ അബു എബ്രഹാം ലൂക്കിനെ തിരിച്ചറിഞ്ഞതോടെയാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തറിഞ്ഞത്. ഈ പെൺകുട്ടിയാണ് ഇയാൾ MBBS പൂർത്തിയാക്കാത്ത വിവരം അറിയിച്ചതെന്ന് ആശുപത്രി അധികൃതരും വ്യക്തമാക്കി. തിരുവല്ല സ്വദേശിയാണ് അബു എബ്രഹാം ലൂക്ക്. 2011 കോഴിക്കോട്ടെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ MBBS പഠനത്തിനായി എത്തുന്നത്. സെമസ്റ്റർ പരീക്ഷയിൽ തോറ്റതോടെ പഠനം പൂർത്തിയാക്കാനായില്ല. തുടർന്നാണ് സമാന പേരുള്ള മറ്റൊരാളുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് ചികിത്സ തുടങ്ങിയത്. ഈ രജിസ്റ്റർ നമ്പറിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശിയായ ഡോക്ടറെ വിവാഹം കഴിച്ച അബു എബ്രഹാം ലൂക്ക് പിന്നീട് കോഴിക്കോട് തന്നെ തുടരുകയായിരുന്നു. മരിച്ച വിനോദ് കുമാറിന്റെ ബന്ധുക്കൾക്ക് ആദ്യം പരാതിയില്ലായിരുന്നു. പിന്നീട് ഒരു ബന്ധുവുമായി വിനോദ് കുമാറിന്റെ മകനും ഭാര്യയും ഇതേ ആശുപത്രിയിൽ എത്തിയിരുന്നു. മകന്റെ ഭാര്യ സഹപാഠിയായ അബു എബ്രഹാം ലൂക്കിനെ തിരിച്ചറിഞ്ഞതോടെയാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തറിഞ്ഞത്. ഈ പെൺകുട്ടിയാണ് ഇയാൾ MBBS പൂർത്തിയാക്കാത്ത വിവരം അറിയിച്ചതെന്ന് ആശുപത്രി അധികൃതരും വ്യക്തമാക്കി.